സ്വാഭാവികമായിക്കൊണ്ടുള്ള പരിണാമങ്ങളും സ്വാഭാവികമായിട്ടുള്ള തകർച്ചകളും വളർച്ചകളും എല്ലാം മുഴുവൻ പ്രവാചകന്മാരുടെ നേതാവ്. സ്വന്തം മക്കൾ അറിയുന്നത് പോലെ അതിനേക്കാൾ കൂടുതൽ ജൂത ക്രിസ്ത്യാനികൾക്ക് പ്രവാചകനെ അറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാവ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും അദ്ദേഹത്തെ അറിയുകയും അനുധാവനം ചെയ്യുകയും ചെയ്യേണ്ടത് ഓരോ മനുഷ്യരുടെയും ബാധ്യതയാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കുടുംബമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും ഇനി ലോക വിഷയങ്ങളാണെങ്കിലും സർവ വിഷയങ്ങളിലും കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുള്ളത്. ആ പ്രവാചകനെ ഫോളോ ചെയ്യുന്ന, പ്രവാചകനെ പിൻപറ്റുന്ന ആളുകൾ, അവർക്കാണ് ശരിക്കും ഈ രണ്ട് ലോകത്തും, ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ സാധിക്കുക. ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ പോലെ ഒരു മനുഷ്യൻ, അത്രയും ശ്രേഷ്ഠതയുള്ള, അത്രയും പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനെയും നമുക്ക് ചരിത്രത്തിൽ കണ്ടെത്താൻ കഴിയില്ല. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ ചില പ്രത്യേകതകൾ പ്രമാണങ്ങൾ സഹിതം നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം, ലോകത്തേക്ക് അനവധി പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർ പല കാലഘട്ടങ്ങളിലായി, പല സ്ഥലങ്ങളിലേക്കായി, പല സാഹചര്യങ്ങളിലേക്കായി ഒന്നിച്ചു വന്നവരുണ്ട്, ഒറ്റക്ക് വന്നവരുണ്ട്. ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പ്രവാചകന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. കാരണം പ്രവാചകത്വ ശൃംഖല ഇതോടുകൂടി അവസാനിക്കുകയാണ്. വാനലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വഹയികൾ ഇറങ്ങുന്നതിന്റെ അവസാനത്തെ വ്യക്തി പ്രവാചകനാണ്. ആ വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടുകൂടി അവിടെ നിലക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാകി റസൂലുള്ളാഹി വഖാതമുൻ നബിയ്യീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ, അല്ലാഹുവിന്റെ റസൂലാണ്, അതോടൊപ്പം തന്നെ അവസാനത്തെ പ്രവാചകനാണ്. സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഖുതിമ ബി അൻ നബിയ്യൂൻ. എന്നെക്കൊണ്ട് പ്രവാചകന്മാർ അവസാനിച്ചിരിക്കുന്നു. അവസാനത്തെ ആൾ, ഏറ്റവും മഹത്വമേറിയ വ്യക്തിത്വം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്താണ്. ആ പ്രവാചകൻ നൽകപ്പെട്ട മതനിയമങ്ങളാണ്, ആ പ്രവാചകൻ പഠിപ്പിച്ച മതവിഷയങ്ങളാണ് ഏറ്റവും സമ്പൂർണവും ഏറ്റവും വ്യവസ്ഥാപിതവും സർവകാലത്തേക്കും യോജിച്ചതും കാലഘട്ടങ്ങളെ അതിജയിക്കുന്നതുമായ ഒരു പ്രത്യേകമായ ശരീഅത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ളത്. മറ്റു പ്രവാചകന്മാരുടെ ശരീഅത്തുകളെല്ലാം അതാത് കാലഘട്ടങ്ങളിലേക്കും അല്ലെങ്കിൽ നിർണിതമായ ചില കാലഘട്ടങ്ങളിലേക്കും മാത്രമായിരുന്നെങ്കിൽ, ഈ പ്രവാചകന്റെ ശരീഅത്ത് ലോകം അവസാനിക്കുന്നത് വരേക്കുമുള്ള മനുഷ്യന്മാർക്കുമുള്ളതാണ്. പ്രവാചകന്റെ റിസാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ലോകാവസാനം വരേക്കുമുള്ള മനുഷ്യന്മാർ ചൊല്ലേണ്ട ഷഹാദത്ത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ശേഷം ലോകത്തെ ഏറ്റവും അധികം മുഴങ്ങിയ ഷഹാദത്ത്, ഇനി മുഴങ്ങാൻ പോകുന്ന ഷഹാദത്ത്. ഇത് ഈ പുണ്യ നബിയുടെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ലോകത്തിന്റെ അവസാനം വരേക്കുമുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും നിയോഗിച്ചു എന്ന് മാത്രമല്ല, ലോകത്തിന്റെ അവസാനം വരേക്കുമുള്ള മനുഷ്യന്മാരിൽ വിവിധങ്ങളായ പ്രകൃതക്കാരുണ്ടാകും, വിവിധങ്ങളായ രാജ്യക്കാരും വിവിധങ്ങളായ കാലഘട്ടങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യർക്ക് സംഭവിക്കുന്ന സ്വാഭാവികമായിക്കൊണ്ടുള്ള പരിണാമങ്ങളും സ്വാഭാവികമായിട്ടുള്ള തകർച്ചകളും വളർച്ചകളും എല്ലാം മനസ്സിലാക്കി ശരീഅത്ത്. അതുകൊണ്ട് തന്നെ മുമ്പുള്ള പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് കൊടുക്കപ്പെട്ടിരുന്ന പല നിയമങ്ങളും ഇതിൽ മൻസൂഖായി, അല്ലെങ്കിൽ ആ നിയമത്തെ ഇല്ലാതെയാക്കി അവർക്ക് കൊടുത്തിരുന്ന പല ആനുകൂല്യങ്ങളും ചിലപ്പോൾ വെട്ടിച്ചുരുക്കേണ്ടി വരും. ചില നിയമങ്ങളിൽ ചിലപ്പോൾ ഒരു ഇളവ് അനുവദിക്കേണ്ടി വരും. ഇങ്ങനെയെല്ലാം ഒരു മാറ്റങ്ങളോടുകൂടിയാണ് ഒരു ശരീഅത്ത് അല്ലാഹു അവതരിപ്പിച്ചത്. അത് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ നേതാവാണ് സയ്യിദുൽ മുർസലീൻ, മുഴുവൻ പ്രവാചകന്മാരുടെ നേതാവ്. ആ നേതാവിന്റെ അനുയായികളാണ് നമ്മൾ. എന്തൊരു വ്യക്തമായ മഹത്വമാണിത്, എത്ര മഹത്വമേറിയ ഒരു കാര്യമാണിത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്ത് ചെല്ലാതെ, പ്രവാചകനിൽ വിശ്വസിക്കാതെ ഇനി ഒരാൾക്ക് വിശ്വാസിയാകാൻ സാധ്യമല്ല. ആ പ്രവാചകൻ പറയുന്ന എല്ലാം അവൻ കേട്ടിരിക്കണം, അവൻ അനുസരിച്ചിരിക്കണം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും. അവർക്കിടയിൽ തർക്കമുണ്ടാകുമ്പോൾ പ്രവാചകൻ വിധി പറയണം, പ്രവാചകൻ വിധി പറഞ്ഞതിന് അംഗീകരിക്കണം, ഇല്ലെങ്കിൽ വിശ്വാസിയല്ല. ഇത് വിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചതാണ്. അന സയ്യിദു വലുദി ആദം, മുഴുവൻ ആദം സന്തതികളുടെയും നേതാവാണ് ഞാൻ.
അതൊരു ഫഖറായി, ഒരു ദുരഭിമാനത്തോടുകൂടി പ്രവാചകൻ പറഞ്ഞതല്ല. അത് ഈ പ്രവാചകന്റെ പ്രത്യേകതയാണ്. അങ്ങനെ ഒരു പ്രവാചകൻ ഇസ്ലാമിനെ ഉള്ളൂ. ഇന്ന് നാം കാണുന്ന മതത്തിൽ, ഇസ്ലാം മതത്തിൽ, ഈ മതത്തിൽ മാത്രമേ അങ്ങനെ ഒരു പ്രവാചകനുള്ളൂ. മറ്റു മതക്കാർക്ക് അത് അവകാശപ്പെടാൻ കഴിയില്ല. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ മതനിയമങ്ങൾ ബനൂ ഇസ്രായേലിൽ പരിമിതമായിരുന്നു. മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ റിസാലത്ത് എന്ന് പറഞ്ഞത് ബനൂ ഇസ്രായേലിൽ പരിമിതമായിരുന്നു. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്ത് മക്കക്കാരിലും മദീനക്കാരിലും ഹിജാസുകാരിലും ഷാമുകാരിലും പരിമിതമല്ല. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ അതിന് പ്രസക്തിയുണ്ട്. അത് പ്രചരിക്കേണ്ടതാണ്, അത് പിൻപറ്റപ്പെടേണ്ടതുമാണ്. ഇനി ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ കുറിച്ചാണ് മനുഷ്യന്മാർ ചോദ്യം ചെയ്യപ്പെടുക. വേറെ ഒരാളെക്കുറിച്ചും ചോദ്യമില്ല. ഖബർ ചോദ്യമുണ്ട്, ഇതാരാണ് പ്രവാചകന്, നീ എന്താണ് മറുപടി പറഞ്ഞത്? പരലോകത്ത് ചോദ്യമുണ്ട്, നിങ്ങൾ എന്താണ് മുർസലീങ്ങൾക്ക് മറുപടി കൊടുത്തത്? ആ പ്രവാചകന്മാരുടെ മുന്നിൽ നിർത്തി ചോദ്യമുണ്ട്. അതേപോലെ തന്നെ പരലോകത്തും നേതാവ് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സർവ്വ മനുഷ്യർക്കും വേണ്ടി ശഫാഅത്ത് ചോദിക്കുന്ന പ്രവാചകൻ. എല്ലാ പ്രവാചകന്മാരും അമാന്തിച്ചു നിൽക്കുമ്പോൾ മുഴുവൻ മനുഷ്യന്മാർക്കും വേണ്ടി ശഫാഅത്ത് ചോദിക്കുന്ന പ്രവാചകൻ. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. അത് ഈ റസൂലിന്റെ പ്രത്യേകതയാണ്. ഏത് ഉമ്മത്തിന്റെ നേതാവിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് ആദ്യമായി കൊണ്ട് കയറാൻ ആവശ്യപ്പെടുന്നതും സ്വർഗം തുറക്കുന്നതും നമ്മുടെ നബിയാണ്. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരും കോടിക്കണക്കിന് അനുയായികളുമുള്ള ഒരു സമൂഹത്തിന്റെ മുന്നിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വർഗ കവാടം തുറക്കുന്നു. ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന, അൽഹംദ് എന്ന് പറയുന്ന ആ കൊടിയുടെ വാഹകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. മഖാമുൽ മഹ്മൂദ് എന്ന് പറയുന്ന സ്തുത്യർഹമായ ഒരു മഹനീയമായ സ്ഥാനം ആ പ്രവാചകനുള്ളതാണ്. വസീല എന്ന് പറയുന്ന സ്ഥാനം ആ പ്രവാചകനുള്ളതാണ്. ഇങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും വറഫഅനാ ലക ദിക്റക, നിന്റെ ദിക്റിനെ നാം ഉയർത്തിയിരിക്കുന്നു. വാനലോകത്തും ഭൂമിയിലും സർവ സന്ദർഭങ്ങളിലും സർവ്വമേഖലകളിലും ഉയർന്നു കേൾക്കുന്ന നാമം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. അള്ളാഹുവിന്റെ കൂടെ ഷഹാദത്തിൽ പേര് പറയപ്പെടുന്ന ഈ പ്രവാചകൻ, അദ്ദേഹമാണ് നമ്മുടെ നേതാവ്. ആ പ്രവാചകനാണ് ലോകത്തെ ഏറ്റവും അഫ്ളലായ, ഏറ്റവും അതിശ്രേഷ്ഠനായ സൃഷ്ടി. ആ പ്രവാചകനാണ് ലോകത്തെ ഏറ്റവും മാതൃക. എല്ലാ ആളുകൾക്കും മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു മനുഷ്യനും ലോകത്ത്. നമുക്ക് ചില ആളുകളെ ചില വിഷയത്തിൽ മാതൃകയാക്കാം, പക്ഷെ വേറെ ചില വിഷയത്തിൽ അവർ മാതൃകകളല്ല. അക്കാഡമിക് തലങ്ങളിൽ വലിയ മാതൃകകളായിട്ടുള്ള അധ്യാപകന്മാരുണ്ടാവും, പ്രൊഫസർമാരുണ്ടാവും, പക്ഷെ അവർ കുടുംബത്തിൽ പരാജയമായിരിക്കും. രാഷ്ട്രീയക്കാരുണ്ടാവും, അവർ കുടുംബത്തിൽ പരാജയമായിരിക്കും. കുടുംബരംഗത്ത് വലിയ മാതൃകകളായിട്ടുള്ള പലരും നാട്ടുകാരോട് വീട്ടിൽ ഉഷാറും നാട്ടിൽ മോശവുമായിരിക്കും. ചിലർ നാട്ടിൽ ഉഷാറും വീട്ടിൽ മോശവുമായിരിക്കും. ഇങ്ങനെ ഒരു വ്യക്തി തന്നെ സകല വിഷയങ്ങളിലും മാതൃകയാവുക എന്നത് നാം കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രമാണ്. അതാണ് വഇന്നക അലാ ഖുലുഖിൻ അളീം. നബി, നിങ്ങൾ ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമസ്ഥനാണ്. പ്രവാചകനെ പടച്ച റബ്ബിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആ വ്യക്തിയാണ് ലോകത്തെ ഏറ്റവും മഹനീയമായ വ്യക്തിത്വം. ആ വ്യക്തിത്വത്തെ പിന്തുടരാൻ കഴിയുക എന്നതാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യം. അത് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. മറ്റുള്ളവർ ആ പ്രവാചകൻ അറിയുന്നില്ല, അറിഞ്ഞിട്ടും സ്വീകരിക്കുന്നില്ല. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹും. സ്വന്തം മക്കൾ അറിയുന്നത് പോലെ അതിനേക്കാൾ കൂടുതൽ ജൂത ക്രിസ്ത്യാനികൾക്ക് പ്രവാചകൻ അറിയാം, സ്വീകരിച്ചില്ല, തെറ്റിപ്പോയി. അതുകൊണ്ട് ആ വിശ്വാസികളായ സത്യവിശ്വാസികളായ ആളുകൾ മഹാഭാഗ്യവാന്മാർ. എന്തിനും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പ്രവാചകൻ നമ്മുടെ മുന്നിൽ നടക്കുന്നു. നാം അദ്ദേഹത്തെ ഇത്തിബാ ചെയ്ത് പിന്നിൽ നടക്കുന്നു. അതൊരു സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത ആളുകൾ ഈ പ്രവാചകനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഇദ്ദേഹത്തിന്റെ അനുയായികളായി തീരാൻ ഉള്ള ശ്രമങ്ങളും പഠനങ്ങളും നടക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.